യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ മറ്റ് രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ബൈ മി എ കോഫി പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. നമുക്കറിയാം, കുറേ കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. കണ്ണൂർ വെച്ചിട്ട് NRCയുടെ ഒരു പരിപാടിയിൽ കേരള സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം റിലീസ് ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. NRCയുടെ ചാനലാണ് അത് ഉണ്ടാവുക. നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന് പറയുന്നിട്ട് ഒരു ചാനൽ, ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ആ വീഡിയോ അതിൽ വരും. അപ്പോൾ നിങ്ങൾക്കതിൽ കാണാം. എന്തായാലും നമ്മൾ അന്ന് പറഞ്ഞ സംഗതി, അതായത് ആർട്ടിക്കിൾ 44 ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, അതായത് സ്റ്റേറ്റ്സിന്, അതായത് നമ്മളുടെ നാട്ടിലെ രാജ്യം എന്നോ നിലയ്ക്കല്ലാതെ ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നൊരു പ്രൊവിഷൻ, അത് ഭരണഘടനാപരമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഗതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആ ഒരു പ്രൊവിഷൻ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനം ആദ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. സോ ദേ ക്രിയേറ്റഡ് എ ഹിസ്റ്ററി. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഉത്തരാഖണ്ഡ് അസംബ്ലി ക്രിയേറ്റ്സ് ഹിസ്റ്ററി ബൈ പാസിംഗ് യൂണിഫോം സിവിൽ കോഡ്. പുഷ്കർ ധാമി എന്നാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ പേര്. ആരെങ്കിലൊക്കെ PSCക്കൊക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം, നല്ലതാണ്. പുഷ്കർ ധാമി ആദ്യത്തെ സിവിൽ കോഡ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാം, പോട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സിവിൽ കോഡിൻ്റെ പ്രത്യേകത എന്നുള്ളതും അതിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളൊന്ന് ഊന്നി പറയാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നതോടൊപ്പം തന്നെ ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് എങ്ങനെയാണ് ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മളിവിടെ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് യൂണിഫോം സിവിൽ കോഡിൻ്റെ കരട്, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ്, അത് സെൻട്രൽ ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ അന്നും ഇന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേങ്ങ ഉടയ്ക്കൂ സ്വാമി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്ന് വെക്ക് എന്നിട്ട് വേണമല്ലോ പറയാൻ. അപ്പോൾ നമ്മൾ ഈ ഡ്രാഫ്റ്റ് വെക്കാതെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പോയിട്ട് തിരുത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത്, നിങ്ങളിത് ആദ്യം അവതരിപ്പിക്കുക, എന്നാൽ നമ്മളെ പണി എളുപ്പമാവും. ഇന്നതാണ് ഇതിലെ പ്രശ്നം, ഇന്നതാണ് ഇതിലെ കുഴപ്പം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അന്നേ നമ്മൾ പറയാറുണ്ട്. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉടനെ വരും എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉത്തരാഖണ്ഡിന് ശേഷം BJP ഭരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളും ഇതുപോലെ ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നതായിട്ടാണ് കാണുന്നത്. ഇൻ ദ പൈപ്പ് ലൈൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഓരോന്നായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ അത് അവിടെ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡിൽ വന്ന ഈ ഒരു യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു സ്വഭാവം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 5 ഏരിയാസിലാണ് അത് അവിടെ നമുക്കതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്, അല്ലെങ്കിൽ അതിലെ ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്കവിടെ കാണാൻ കഴിയാം. ഒന്ന്, ഉത്തരാഖണ്ഡിലെ ട്രൈബൽസ്, ഷെഡ്യൂൾ ട്രൈബ്സിനെ ഇതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. 2, ഈ ലിവ് ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖല, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം. 3ാമതായിട്ട് പോളിഗാമി എന്ന് പറയുന്നത്, അതായത് ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാരുണ്ടാകുന്ന അവസ്ഥ, അത് 2ആവാം അതിൽ കൂടുതലാവാം, അത് ബാൻ ചെയ്തിരിക്കുന്നു എന്നതാണ്. പിന്നെ ഈക്വൽ ഇൻഹെറിറ്റൻസ്, തുല്യമായ നമ്മളെ സ്വത്ത് അവകാശം, അത് ജെൻഡർ ബയസ് ഇല്ലാതെ അതവിടെ വരുന്നു. പിന്നെ മാരേജ് ഏജ് റെസ്ട്രിക്ഷൻസ്, ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഇതിനോടകം നമ്മൾ ഇതിനോടുള്ള എതിർപ്പുകൾ ഇവിടെ കാണാൻ നമുക്കിടയായി. അതിലേറ്റവും പ്രധാനമായിട്ട് എതിർപ്പുകൾ പ്രകടിപ്പിക്കാൻ നമുക്ക് ഈ ഒരു ഒറ്റയാൾ തന്നെയാണ്. എന്നെ പോലെ തന്നെ ഒറ്റയ്ക്ക് BJPക്കെതിരെ പോരാടിക്കൊണ്ട്, ഞാൻ BJPയോടൊപ്പമാണ് എന്നുള്ളത് മറക്കുന്നില്ല, എന്നാലും പറയാണ്, ഒറ്റയ്ക്ക് പോരാടുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇവിടെ OIC-യാണ് ഈ ഗർജിക്കുന്ന സിംഹമായിട്ട് ഈ പാർലമെൻറ്റിൽ നിന്നിട്ട് കുരയ്ക്കുന്നത്. സിംഹം കുരയ്ക്കുകയല്ല, പക്ഷേ അവിടെ അങ്ങനെയാണ് സംഭവിക്കാറ്. എന്തായാലും ഒരു ശല്യക്കാരൻ്റെ റോളാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ വിഷയങ്ങൾ വളച്ചൊടിച്ചും അനാവശ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുപോയി വികാരമിളക്കി വിട്ടിട്ടുമൊക്കെ സംസാരിക്കുന്ന ഒരാളെ പോലെയാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കത് കാണാം, കാരണം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പറയുന്നത്, ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് ബിൽ ഫോഴ്സസ് മുസ്ലിംസ് ടു ഫോളോ ഡിഫറെൻറ്റ് റിലീജിയൻ കൾച്ചർ സെയ്സ് അസദുദ്ദീൻ OIC. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കസ്റ്റംസോ അതുപോലുള്ള സാധനങ്ങളൊന്നും അവിടെ മാറുന്നില്ല. പക്ഷേ
ഒരു മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള മാരേജ്, ഡിവോഴ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരു 4-5 കാര്യം, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ, ഇതുപോലുള്ള വിഷയങ്ങളിൽ ആ നിലവിൽ ഓരോ മതത്തിനനുസരിച്ച് അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണ് അവിടെ വരുന്നത്. അതുതന്നെ ഇനീക്വലാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അത് ഈക്വൽ ആക്കണം എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഇതിലേക്ക് നടന്നെടുത്തത്. അതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് തലകുത്തി നിന്ന് വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് തരം ആചാരം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കല്യാണം, അവിടെ എവിടെയും ഒന്നും ഒരു ഡിഫറെൻറ്റ് റിലീജിയനും ഫോളോ ചെയ്യാൻ പറയുന്നില്ല. ഇനി മാത്രമല്ല, പല സംഗതികളും ഇതിനോടകം തന്നെ ഇപ്പോൾ ഹറാമായിട്ടുള്ള സാധനങ്ങൾ പലതും ഹറാമാക്കിയിട്ടുള്ളൊരു മതമാണ്. അതുപോലെ പലതും ഹലാലായിട്ടുള്ള സംഗതികൾ ഹറാമായിട്ടുള്ള സംഗതിയുമാണ് ഇസ്ലാമിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വാദമൊന്നും നിലനിൽക്കില്ല. എന്നിട്ടും ഇത് പറഞ്ഞുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ അനാവശ്യമായ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുള്ളതിൻ്റെ ഒരു വലിയ നേതാവാണ്, ഒരു വലിയ തുരപ്പൻ പണിയെടുക്കുന്ന ആളാണ് ഈ OIC എന്ന് പറയുന്ന ആൾ. ഇനി അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, OIC പറഞ്ഞത് അതിനകത്ത് ഹിന്ദുസിനെയും ട്രൈബൽസിനെയും പുറത്ത് നിർത്തിയിരിക്കുന്നു. സോ എങ്ങനെയാണ് അത് യൂണിഫോം ആവുക എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഫാക്ച്വലി ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹിന്ദുസിനെ ഇതിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. അവരുടെ ചില നിയമങ്ങളിലും ഇതിനകത്ത് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പക്ഷേ ട്രൈബൽസിനെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ അത് മനസ്സിലാക്കേണ്ടത്, ഈ നിയമം എന്ന് പറയുന്നത് പടച്ചോൻ ഇറക്കുന്ന നിയമമല്ല. പടച്ചോൻ പോലും ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ നിയമം ഇറക്കിയിരിക്കുന്നത് നമുക്കറിയാം. അപ്പോഴാണ് മനുഷ്യനൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ എല്ലാം കൂടി ഇടിച്ചു പൊളിച്ച് താഴേക്ക് വരണമെന്ന് പറയുന്നതിലൊന്നും ഒരു കഥയില്ല. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം നോർമലായിട്ട് നമ്മളുടെ ഗോത്രവർഗത്തെ സ്പർശിക്കാതെ ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങളൊന്ന് സെറ്റിലാക്കിയതിന് ശേഷം ഇവരുമായിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് അവരിലേക്കും അതെത്തിക്കാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാകുന്നു ഒന്ന്. 2, യഥാർത്ഥത്തിൽ അതിൽ വന്ന മാറ്റങ്ങളെ പോലും ചൂണ്ടിക്കാണിക്കാതെ അതില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ചേഞ്ചസ് ബ്രോട്ട് ടു ഹിന്ദു സക്സഷൻ, അതാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം. അതിൽ നിങ്ങൾക്ക് വായിക്കാം, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആൻഡ് സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി അബോളിഷ്ഡ് ഇൻ യൂണിഫോം സിവിൽ കോഡ്. അതായത് നിലവിൽ ഈ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം, അതുപോലെ തന്നെ എന്താണ് അൺഡിവൈഡഡ് ഫാമിലി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ചില കൺസെപ്റ്റ്സ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 രീതിയിലാണ് പ്രോപ്പർട്ടിയൊക്കെ അവിടെ കണക്കാക്കിയിരുന്നത്. അതിൽ പ്രധാനമായിട്ട് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്നുള്ളൊരു പേരിലും അതോടൊപ്പം സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി എന്നുള്ള പേരിലും 2 ഗണത്തിൽ അതിന് പരിഗണിച്ചുകൊണ്ട് എന്നിട്ടാണ് അത് ഡീൽ ചെയ്തിരുന്നത്. ഇനി ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ അതിനകത്ത് ആ ഡിസ്റ്റിങ്ഷൻ അത് അവിടെ അബോളിഷ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇത് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ OIC പറയുന്നത്. ഒന്നത് ഡീറ്റെയിലൊക്കെ നമുക്ക് വരും ദിവസം നമ്മളുടെ മറ്റൊരു വക്കീലായിട്ടുള്ള നമ്മളൊരു സുഹൃത്ത്, സുപ്രീം കോർട്ടിലെ ഒരു മുതിർന്ന വക്കീലാണ്, അദ്ദേഹവുമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു നീട്ടുന്നില്ല. കാരണം നമുക്കിന്ന് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വശത്തേക്ക് പോകേണ്ടതുള്ളതും കൊണ്ട് ആണ്. ഇനി രണ്ടാമത്തെ അതിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എലിവേഷൻ ഓഫ് ഫാദർ ആസ് ക്ലാസ് 1 ഹെയർ അബോളിഷസ് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ കേസ് ഓഫ് എൻ ഇൻറ്റസ്റ്റേറ്റ് സക്സഷൻ. അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു സക്സഷനിൽ നിന്നിട്ടുള്ള ഒരു ജെൻഡർ ബയസ് ഉണ്ടായിരുന്നു. ആ ജെൻഡർ ഡിസ്പാരിറ്റി അവിടെ അബോളിഷ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ അവിടെ മുസ്ലിങ്ങളുടെ നിയമത്തിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയാറുള്ളത് അവിടെ സ്ത്രീക്ക് തുല്യത ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സ്ത്രീക്കും സ്വത്ത് കൊടുത്തിരുന്നു എന്നുള്ളത് അവിടെ ഒരു വലിയ ഫാക്ടറായിരുന്നു. പക്ഷേ ഹിന്ദു സക്സഷനിൽ പലയിടത്തും പല സ്ഥലങ്ങളിലും ഇതുപോലെ സ്ത്രീകൾ അവിടെ വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറ്റി എന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഹിന്ദു സക്സഷനിൽ മുസ്ലിങ്ങളുടെ ചില നിയമത്തിൻ്റെ ഭാഗങ്ങൾ കൂടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ വായിച്ച കൂട്ടത്തിൽ അങ്ങനെയും കണ്ടു. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്കൊരു രസം തോന്നി. കാരണം ഇതെന്താണ്, അതായത് വിവിധ മതങ്ങളിലുള്ളതും വിവിധ സ്ഥലങ്ങളിലുള്ളതും ഒക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ചിലതിൽ നല്ലതുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുക്കുന്നു, ഇതിൽ നല്ലതാണെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കുന്നു, അതിലെ ചീത്തയായിട്ടുള്ളത് മാറ്റി വെക്കുന്നു, ഇതിലെ ചീത്തയുള്ളത് അതും മാറ്റി വെക്കുന്നു. എന്നിട്ട് ഇതെല്ലാം ഈക്വലാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻക്ലൂസീവ്നെസ് അവിടെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലതും ഇതുപോലെ ചെയ്തൊക്കെ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇനി നമ്മളൊരു പുതിയ നിയമം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇത് മറ്റേ മതത്തിലെ നിയമം പോലെ ഉണ്ടല്ലോ എന്നുപോലും നിങ്ങൾക്ക് തോന്നിയേക്കാം. അതൊന്നും ഇതിന് തടസ്സം നിൽക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? മതവുമായിട്ട് സാദൃശ്യമുണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മനുഷ്യന് ഗുണമുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ കുറവുകൾ പരമാവധി ഇല്ലാതെ ഇരുത്തുക, അതിലെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം.
അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് ഏതെങ്കിലും മതത്തിൻ്റെ നിയമം പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കളുടെ നിയമം ഞങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് OIC പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളുടെ നിയമം ഹിന്ദുക്കൾക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? വെറുതെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് ഈ ചർച്ച കൊണ്ടുപോയി നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളൊരു വിഷയത്തെ ഇത്ര കാലവും ഇവിടെ വൈകിപ്പിച്ചത് എന്നുള്ളതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇവിടെ ഈ കാണുന്നത്. നമ്മളെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് ചെയ്യാറുള്ളത്. തെറ്റുതിരുത്തൽ എന്നാണ് പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഹൈവേ പണി കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ ഇനി യാത്ര ചെയ്യാൻ 8 മണിക്കൂറിൽ താഴെയുള്ള സമയം മതി എന്ന് വരുമ്പോൾ ഇതൊരു 10-20 വർഷം മുന്നേ നടക്കേണ്ട കാര്യമായിരുന്നു. അന്നത് വൈകിപ്പിച്ചത് ഇതേ ഇടതാണ്. എന്നിട്ട് ഇപ്പോൾ പറയാണ് നമുക്കിപ്പോൾ അന്ന് തെറ്റുപറ്റിപ്പോയി എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന പുതിയ രാഷ്ട്രീയ സങ്കല്പത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടോ അതല്ലെങ്കിൽ തെറ്റുകൾ നേരിട്ട് അനുഭവിച്ചിട്ടേ തിരുത്താൻ പാടുള്ളൂ എന്നൊരു നിയമമില്ല. തെറ്റുകൾ വേറെ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുള്ളതും അതിൻ്റെ തിരുത്തലുകൾ എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കി പഠിച്ചും അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയുമാണ് നമ്മൾ ഭരണം കൈയാളേണ്ടത് എന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ എവിടെയും കാണാറില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അതില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ഏഴയലത്ത് പോയിട്ടില്ല. ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് ആർക്കും പോയിട്ടില്ല. OIC ഒന്നും അതിൻ്റെ ഏഴയലത്ത് എത്താനും പോകുന്നില്ല എന്നതൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതൊന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഇനി മുസ്ലിം സക്സഷനിൽ എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? അത് പ്രതീക്ഷിച്ച പോലെ തന്നെ വിൽ അടിസ്ഥാനത്തിൽ മുഴുവൻ സ്വത്തും ഒരാൾക്ക് എഴുതി വെക്കാനുള്ള അവകാശവും ഇനി മുസ്ലിങ്ങൾക്കുണ്ട്. പണ്ടത് ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ എഴുതിയാലും മരിച്ചുപോയ വ്യക്തിക്ക് ഒരു മകളാണ് എന്നുണ്ടെങ്കിൽ മുഴുവൻ സ്വത്തും ആ മകൾക്ക് വില്ലിൽ എഴുതി വെച്ചാൽ പോലും ആ മരിച്ചു പോയി കഴിഞ്ഞാൽ, വാപ്പ മരിച്ചാൽ ആ പെൺകുട്ടിക്ക് സ്വത്ത് മുഴുവൻ കിട്ടില്ല. പകരം അവരുടെ മറ്റുള്ള ആളുകൾ ചാടി വീഴും, അവരുടെ അവകാശമായിട്ട് പൊത്തിപ്പറിച്ച് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഈ പെൺകുട്ടിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വളരെ തുച്ഛമായൊരു എമൗണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം മാത്രമാണ് ഈ പെൺകുട്ടിക്ക് കിട്ടുക. ഇതാണ് ഇസ്ലാമിൻ്റെ. ഇനി അതൊന്നും നടക്കില്ല. മുഴുവൻ പ്രോപ്പർട്ടിയും എൻ്റെ ഒറ്റ മോൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചാൽ അത് അങ്ങനെ തന്നെ കിട്ടുമെന്നുള്ളതാണ് പുതിയ യൂണിഫോം സിവിൽ കോഡ്. ഇതാണ് അവിടെ കാണാൻ പോകുന്നത്. ഉത്തരാഖണ്ഡിലെ BJP ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിരന്തരം ജയിക്കും എന്നൊരു അവസ്ഥ പോലുമാണ് ഇതിൽ ഞാൻ കാണുന്നത്. കാരണം മുസ്ലിം സ്ത്രീകൾ, പുരുഷന്മാർ വോട്ട് ചെയ്തില്ല, ചിലപ്പോൾ വേറെ ഇതേപോലെ, കാരണം അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടു. സ്ത്രീകൾക്ക് ഇത് വലിയ ഗുണമായിട്ട് മാറുന്നൊരു കാര്യമാണ് എന്ന് സാന്ദർഭികമായിട്ടൊന്ന് പറയണം. അവർ BJPക്ക് തന്നെ കുത്താനാണ് സാധ്യത. ഇനി രണ്ടാമത്തേത് റെക്കഗ്നിഷൻ ഓഫ് എൻ ഈക്വൽ ഷെയർ ടു ഡോട്ടർ. അത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യമായ സ്വത്തവകാശം. അപ്പോൾ നമ്മളിവിടെ കണ്ടത് OIC പോലെയുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നു, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ അവിടെ നമ്മൾ കാണുന്നത് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിൻ്റെ ആൾ വന്നിട്ട് പറയുകയാണ്, ഇത് നോ ഇഷ്യൂ അബൈഡിങ് ബൈ യൂണിഫോം സിവിൽ കോഡ്, ഇത് വളരെ നല്ല നിയമമാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്, വിത്ത് അറ്റ്മോസ്റ്റ് ഓണസ്റ്റി ആൻഡ് ബീങ് എ സ്ട്രോങ് മുസ്ലിം മൈ സെൽഫ് ഐ ക്യാൻ സേ ദാറ്റ് അണ്ടർ ദ ലൈറ്റ് ഓഫ് ദ ഖുറാൻ ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് അബൈഡിങ് ബൈ ദ UCC. ദോസ് ഹു ആർ ഒപ്പോസ്ഡ് ആർ നോട്ട് ട്രൂ മുസ്ലിംസ്. അതായത് ഇവൻ ഒരു ദേശീയ മുസ്ലിമാണ്, ബാക്കിയുള്ളവരൊന്നും നല്ല മുസ്ലിം അല്ല എന്നും കൂടിയാണ് ഈ പറഞ്ഞു നോക്കിയത്. ദേ ആർ പൊളിറ്റിക്കൽ മുസ്ലിംസ് ഹു സംവെയർ റിലേറ്റ് ടു ദ കോൺഗ്രസ് ഓർ ദ സമാജ്വാദി പാർട്ടി. ബാക്കി തന്നെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ല. ഐ എം അഗെയിൻ സേയിങ് ദിസ് വിത്ത് ഫുൾ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ദിസ് ബിൽ ഡസ് നോട്ട് വയലേറ്റ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ക്യാൻ ഫോളോ UCC. ഇതാണ് മൂപ്പര് പറഞ്ഞത്. ആളുടെ പേര് ഷദാബ് ഷംസ് എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ BJP ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല മുസ്ലിമാണെന്നാണ് പറയുന്നത്. ദേശീയ മുസ്ലിം ആവാനും സാധ്യതയുണ്ട്. പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ആ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹിന്ദു വിഭാഗത്തിന് വരുന്ന മാറ്റങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും. നമുക്കിനി ഇതിൽ കൂടുതലൊന്ന് പരിശോധിക്കാനുള്ളത് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കാരണം അത് സംബന്ധിച്ചിട്ടാണ് വലിയ ചർച്ചകൾ ഇപ്പോൾ ആകെ കൂടി നടക്കുന്നത്. കാണുന്നത് അതിൽ പറഞ്ഞു വെക്കുന്നത് ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരവാദികൾ ഇതിനകത്തേക്ക് കടന്നുകൂടിയിരിക്കുന്നു. ഇത് എന്താണ്, സെക്ഷുവാലിറ്റി, സ്ത്രീകളുടെയും പുരുഷൻ്റെയും അതല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ സെക്ഷുവാലിറ്റിയെ ക്രിമിനലൈസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്? ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് ഒരുപാടുണ്ട്, അത് കാണാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. എന്തായാലും അതിൽ പറഞ്ഞു വെക്കുന്നത് ആരൊക്കെയാണ് റിലേഷൻഷിപ്പിലേക്ക്, ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് വരാൻ അർഹരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആർക്കാണ് അത് അനുവദനീയം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 2 വ്യക്തികൾ അവർക്ക് മാരേജ് ചെയ്യാൻ പറ്റുന്ന
ആ ഒരു അവസ്ഥ അവർക്കുണ്ടെങ്കിൽ, അതായത് ലീഗലി മാരിയബിൾ ആണ് അവർ എന്നുണ്ടെങ്കിൽ സമാനമായ ഇൻഡിവിജ്വൽസിന് ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് കടക്കാം. അതായത് പോളിഗമി പാടില്ല, നിലവിൽ വേറെ ഭാര്യ ഭർത്താവ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതുപോലെയുള്ള കുറേ കാര്യം. പിന്നെ അവരുടെ ഏജ് അവിടെ പ്രോപ്പറായിട്ടുള്ളതായിരിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഫുൾഫിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് പോകാം. ഇനി അതുകൂടാതെ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആളുകൾ 21 വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വാപ്പാനെയും ഉമ്മേനെയും വിളിച്ച് പറയും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അവിടെ ഇവരുടെ പ്രൈവസി ലംഘിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, കല്യാണം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അത് 60 ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിയമമുള്ളത്, സമാനമായ രീതിയിൽ 60 90 എന്തായാലും അങ്ങനെ ഒരു ടൈം വെച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പും 1 മാസത്തിനുള്ളിൽ അത് രജിസ്ട്രാറിന് മുന്നിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഒരു ആവശ്യം അല്ലെങ്കിൽ നിയമം. ഇനി ഇത് കൂടാതെ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ ക്രിമിനലൈസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അതിന് ശിക്ഷ, ഫൈൻ അടയ്ക്കണം, അതല്ലെങ്കിൽ ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി വെക്കുന്നു. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വേണോ? എന്താണ് അതിൻ്റെ പ്രശ്നം എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത്, ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം, ലിവ് ഇൻ റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നു, അത് വലിയ പ്രശ്നമാണ്, എന്തോ വലിയ തകർച്ചയാണെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പും മാരേജും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. പക്ഷേ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആയാലും അതിൽ കോമൺ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്താണ്? വ്യത്യാസം നമുക്ക് പിന്നെ പറയാം. കോമൺ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അത് കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നല്ലോ, അതായത് നമ്മൾ പറയുന്ന മാരിയബിൾ ആയിട്ടുള്ള, ലീഗലി മാരിയബിൾ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ അസംഷൻസ് ഓഫ് എ മാരേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസംഷൻസ് ഓഫ് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാൻ, നിങ്ങൾ 2 പേര് കൂടിയിട്ട് ഒരു കച്ചവടം തുടങ്ങുന്നു. ആ കച്ചവടം നിങ്ങൾ തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ കച്ചവടം തുടങ്ങാം. ഒന്നുകിൽ നിങ്ങൾക്ക് അത് ലീഗലി അതൊരു ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നിങ്ങളൊരു കരാർ എഴുതിയിട്ട് നിങ്ങൾക്ക് കച്ചവടം തുടങ്ങാം. രണ്ടാമത്തത്, നിങ്ങൾ കരാറൊന്നും എഴുതുന്നില്ല, പേപ്പറിൽ അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നീ ഒരു 100 റുപ്യ ഇടുന്നു, ഞാനും 100 റുപ്യ ഇടുന്നു, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ 2 കച്ചവടത്തിലും 200 രൂപയാണ് മുടക്ക്. ഒന്നിൽ കരാർ എഴുതിയിട്ട് ഞാൻ 100 ഇടുന്നു, നീ 100 ഇടുന്നു, ഇത് പൊളിഞ്ഞാൽ 100 രണ്ടുപേരുടെയും പോകുന്നു എന്നൊക്കെ പല പല സാധനങ്ങളൊക്കെ പറഞ്ഞും എഴുതിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ കരാർ എഴുതാത്ത കച്ചവടത്തിൽ എന്താണ് 100 ഇടണം, ഒക്കെ ശരിയാണ്. അപ്പോൾ ഇനി എന്താണ് അതിലെ വ്യത്യാസം? രണ്ടിലും വേണ്ടത് എന്താണ്? കച്ചവടം വിജയിക്കുക എന്നുള്ളതാണ് രണ്ടിൻ്റെ ആവശ്യം. രണ്ടിലും കച്ചവടം വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അവിടെ കമ്മിറ്റ്മെൻ്റാണ് വേണ്ടത്. ആ കച്ചവടത്തിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആ കച്ചവടത്തിൽ നമ്മൾ നിലകൊള്ളണം, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ജീവിക്കുന്നിടത്ത് നമ്മുടെ സ്പേസും നമ്മളുടെ സമയവും എല്ലാം വേറൊരാളുമായിട്ടും കൂടി ഷെയർ ചെയ്യുന്നു വരുമ്പോൾ അവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും. അത് 2 ഭാഗത്തുനിന്നും ഉണ്ടാവും. നമ്മൾ പ്രശ്നങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ അവിടെ എല്ലാം പല രീതിയിലുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും. ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത് കച്ചവടത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതിന് പകരം നമ്മൾ ഈ കച്ചവടം ഇവിടെ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കച്ചവടം നമ്മൾ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അങ്ങനെ തുടങ്ങാനുള്ള അവകാശം അത് ഈ പറയുന്ന കരാർ എഴുതിയിട്ടുള്ള കച്ചവടത്തിലും ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. 2 സംഗതി ചെയ്യുമ്പോഴും ഇത് ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം? ഈ തുടങ്ങി വെച്ച കച്ചവടങ്ങൾ പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ് പ്രശ്നം. കാരണം അവിടെ ഇല്ലാതെയാകുന്നത് ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ കല്യാണം കഴിച്ചാലും ശരി, ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയാലും ശരി, അതിനകത്ത് വേണ്ട അത്യാവശ്യം സാധനം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അത് വിജയിക്കുകയുള്ളൂ, ആ ബന്ധം അവിടെ നിലനിൽക്കുകയുള്ളൂ. ഇതാണ് അതിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഇനി എന്താണ് ഇതിൽ വ്യത്യാസം? ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലും മാരേജിലും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞാൻ കാണുന്നത് ഇതാണ്. അത് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു ജസ്റ്റ് ഫോർ ഹൊറർ.
ഉണ്ടിട്ട് ചെന്നൈ മേൽ പിടിക്കാനുള്ള ഇതാണ് ആ കൂടെയുള്ള വ്യത്യാസം. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സദ്യ കിട്ടില്ല. മാരേജ് കഴിക്കുമ്പോൾ നാട്ടുകാർക്ക് സദ്യ നമുക്ക് കൊടുക്കാം. ഇതാണ് വ്യത്യാസം. ചെയ്തോട്ടാ വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം, സദ്യ പോരാ. കുഴപ്പമൊന്നുമില്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുക. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ അടുത്ത ആഴ്ച രാഘമാഷിന്റെ മോളുടെ കല്യാണത്തിനാണ്. കാര്യം പിടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആയാലും വേണ്ടത് കമ്മിറ്റ്മെൻ്റാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ലീഗലായി ഒരു രജിസ്റ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഉത്തരാഖണ്ഡ് UCCയിൽ പുറത്തേക്ക് വന്നിട്ടുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അത് ഞാൻ പറയാം ഒരു ഹിസ്റ്ററിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു വാക്ക് അത് ലീഗലി ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അത് ഒരു നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും ഈ പറയുന്ന വളരെ പിന്തിരിപ്പനായ ചാണകസംഖികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ BJP സർക്കാർ നേതൃത്വം കൊടുത്ത ഈ ഉത്തരാഖണ്ഡിലാണ് എന്ന് നമ്മൾ പറയണം. ഇത് വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇത് ആദ്യമായിട്ട് ആണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം അതാണ്. ഇനി രണ്ട്, ഇത് വരുമ്പോൾ എങ്ങനെയാണ് ഈ സംഗതിയെ നിയമം കാണുന്നത്, അതോടൊപ്പം തന്നെ ഇത് നിയമത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ആവശ്യകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കല്യാണമായാലും ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയാലും അതിൽ സംഭവിക്കുന്നത് ഒരേ കാര്യങ്ങളാണ്. ലീഗൽ ഡോക്യുമെൻ്റ് അത് തൽക്കാലം അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങളിത് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് അതിനകത്ത് മാരേജ് ലൈക്ക് റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് റിലേഷൻഷിപ്പ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മാരേജ് എപ്പോൾ പൊട്ടുന്നോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പും പൊട്ടാം. ഒരാഴ്ച കൊണ്ട് പൊട്ടണോ പൊട്ടിക്കാം, 2 മാസം കൊണ്ട് പൊട്ടിക്കാം, ഇനി 10 വർഷം കൊണ്ട് പൊട്ടണോ പൊട്ടിക്കാം. ഇപ്പോൾ പുതിയത് കേട്ടത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, നമ്മളുടെ സൂര്യയും ഒരു നടിയുണ്ടല്ലോ, അവരും കൂടിയിട്ട് നമ്മളുടെ കാതൽ അതിനകത്ത് അഭിനയിച്ച നടി, അവർ പിരിയാൻ പോകുന്നു പറയുന്നു. അപ്പോൾ പിരിയുക എന്ന് പറയുന്നത്, ഡിവോഴ്സ് ആവുക എന്ന് പറയുന്നത് എങ്ങനെയാണോ മാരേജിൽ സംഭവിക്കുന്നത് ആ പിരിയൽ അത് ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ നടക്കും. ഹൗസ് ഹോൾഡ് ചോഴ്സ് അത് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നു, അതവിടെ വേണ്ടി വരും. ഇനി അതിനകത്ത് കുട്ടികളുണ്ടാകുന്ന അവസ്ഥകൾ വരുന്നു, അതോടൊപ്പം ഫൈനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് അവിടെ വരുന്നു, പല രീതിയിലുള്ള റീസോഴ്സസ് അവിടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നു, അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ഡൊമസ്റ്റിക് തിങ്സ് പലതും അവിടെ കടന്നു വരുന്നു. ഗെറ്റിംഗ് മിക്സ്ഡ് അപ്പ് ആൻഡ് സോഷ്യലൈസിങ് വിത്ത് പീപ്പിൾ. എങ്ങനെയാണോ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ മറ്റേ സ്വർണ്ണമാലയൊക്കെ ഇട്ട് നാട്ടുകാരെയും കാണിച്ച് നടക്കുന്നത്, അതേപോലെ സ്വർണ്ണമാല ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നടക്കേണ്ടി വരും. ഇതെൻ്റെ പുതിയ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് പരസ്പരം പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നത്. അതുപോലെ ഇൻറ്റൻഷൻ, അതായത് കോണ്ടാക്ട് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് ദി റെസ്പെക്റ്റീവ് പാർട്ടീസ്, ഇതെല്ലാം അവിടെ ആവശ്യം വരുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങളായിട്ട് വരുന്നു. അതായത് എന്താണ് ആ ഉദ്ദേശം ഈ ബന്ധം കൊണ്ടുള്ളത്, ഇത് മുന്നോട്ട് പോവുക. ഇനി അങ്ങനെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ തീരുമാനിക്കുകയാണ്, ഓക്കെ നമുക്ക് ഇത് നാട്ടുകാർക്ക് സദ്യ വിളമ്പി നമുക്ക് ഒന്ന് ആഘോഷിക്കണം, നമ്മൾ ബന്ധത്തിലായത് അതിന് പറ്റുന്ന സമയം, നമ്മൾ തമ്മിൽ നല്ല ഒരു ഊഷ്മളതയുണ്ട് ഈ ബന്ധത്തിൽ, നമുക്കിത് ഉറപ്പിക്കാമെന്ന് വിചാരിക്കുന്നു, നമുക്ക് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് അവർ കല്യാണത്തിന്, അതായത് ആ ചെലവേറിയ ആ ഒരു സദ്യ കൊടുക്കൽ പരിപാടിയിലേക്ക് പോകുന്നു. അതോടൊപ്പം ഇത് രജിസ്റ്റർ ചെയ്യുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിൽ 2 ഘട്ടമായിട്ടാണ് ഇതിൻ്റെ നിയമ സംവിധാനം ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യയിൽ അത് പുതുമയുള്ള കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊരു വലിയൊരു സദാചാര പ്രശ്നമായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടി വരുന്നത്, അതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 പേര് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു കൂളിംഗ് പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് അത് സാധാരണ വികസിത രാജ്യങ്ങളിലൊക്കെ 2 വർഷമായിട്ടാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അതായത് 2 വ്യക്തികൾ തുടർച്ചയായിട്ട് 2 വർഷം അവർ താമസിച്ചാൽ ഒരുമിച്ചുണ്ട് എന്നുള്ളതിനുള്ള തെളിവ്, പ്രധാനമായിട്ട് അതിനുള്ള തെളിവുകളായിട്ട് മുന്നോട്ട് വെക്കുന്നത് കൺജോയിൻ്റ് ആയിട്ടുള്ള റെൻ്റൽ എഗ്രിമെൻറ്റ്, അതുപോലെയുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തെളിവുകളായിട്ട് വരുന്നത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയുക, ഒരു ലീഗലായിട്ടുള്ളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു തെളിവായിട്ട് തന്നെയാണ് അതവിടെ വരുന്നത്. അതിനുശേഷമാണ് അത് മാരേജ് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് മാരേജ് ചെയ്യുന്നതും നമ്മളുടെ
ഉന്തും തള്ളുമുള്ള സദ്യയൊക്കെ ഉണ്ടാക്കി നാട്ടുകാരെ വെറുപ്പിക്കുന്നതും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഈ 2 സ്റ്റേജ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഇത് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയാൽ അവിടെ പലപ്പോഴും വലിയ കോംപ്ലിക്കേഷൻസ്, ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇത് പിരിയാനുള്ളൊരു സാധ്യത ഈ 2 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ട് എന്നതാണ്. ഇത് പറയുമ്പോഴാണ് നമ്മളുടെ കാക്കമാർ ഓടി വന്നിട്ട് പറയാം, അതെ റെസ്പോൺസിബിലിറ്റി വേണ്ട, നിങ്ങൾക്ക് തോന്നിയ പോലെ അവിടെ ഇട്ടിട്ട് പോകാം എന്നൊക്കെ പറയുന്ന വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് മുണ്ട് മാറുന്നത് പോലെ മാറാം എന്നൊക്കെ പറയും. ഇവരുടെ തെറ്റിദ്ധാരണ. മുണ്ട് മാറുന്നത് പോലെ മാറുന്ന ഒരു ലിവിൻ റിലേഷൻഷിപ്പ് അത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ തന്നെ ഉണ്ട്. മുത്തവ കല്യാണം എന്ന് പറയും. അതാണ് ഇസ്ലാമിലെ ലിവിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അത് മണിക്കൂറുകളേ ഉള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇത് ഒരു മാരേജ് പോലെ തന്നെയുള്ള റിലേഷനാണെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് ഈ കാക്കാമാർ വന്നിട്ട് ഇത് ഉടുത്തു മാറുന്ന സാധനമാണെന്ന് പറയുന്നത്. മുത്തവ കല്യാണം അതാണ്. ആ സാധനം നബി ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു. അത് അവസാനം ഉമറാണത് നിരോധിക്കുന്നത്. അതായത് നബി പഠിപ്പിച്ച, നബി ചെയ്ത് മാതൃകയുള്ള സാധനത്തെ ഉമർ വന്നിട്ട് ഉമറിന് തോന്നി ഇത് ശരിയല്ല എന്ന് തോന്നി ഉമർ നിരോധിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ സത്യത്തിൽ ഇസ്ലാമിലെ പ്രവാചകനും അള്ളാഹുവും ഒക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമർ തന്നെയാണെന്ന് പറയുന്നതാണ് കുറേയും കൂടി ശരി എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ മുത്തവ കല്യാണം, അറബി കല്യാണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ്. എന്താണത്? ഒരു പെണ്ണിനെ കാണുന്നു, ഒരു തുക ഉറപ്പിക്കുന്നു, എന്നിട്ട് ആ പൈസ കൊടുത്തുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ, ഈ മഹർ എന്ന് പറഞ്ഞാൽ യോനിക്കൂലി എന്നാണ് അതിൻ്റെ അർത്ഥം, അത് കൊടുത്തുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. 1 മണിക്കൂറോ 2 ആഴ്ച 1 മാസമോ എത്രയാണെന്ന് വെച്ചാൽ അത് പറയുന്നു. അത് കഴിയുമ്പോൾ തലാഖും ചൊല്ലിയിട്ട് പിരിയുന്നു. ഇതാണ് മുത്തവ കല്യാണം. ഇത് ഇസ്ലാമിലുണ്ട്. ഇന്നും ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന കാര്യമാണ്. പല രാജ്യങ്ങളത് നിരോധിച്ച സാധനമാണ്. പക്ഷേ ഇന്നും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതുള്ള സ്ഥലങ്ങളിൽ, ഇറാൻ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് നമ്മുടെ UK അവിടേക്ക് കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ മുത്തവ കല്യാണം അവിടെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ നിങ്ങൾക്ക് പരതിയാൽ കിട്ടും. മുത്തവ കല്യാണം അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. കാരണം എന്താണ്? നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷിയാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളൊരു സാധനം കൂടിയാണിത്. സുന്നികളും പിന്നിലൊന്നുമല്ല എന്നുമാണ് ഈ പറയുന്നത്. ഇനി അടിമകളുണ്ടെന്ന് വിചാരിക്കാം, എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് പൂശാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കയ്യിലിരുന്നിട്ടാണ് ഇതുപോലെ നമ്മൾ ഒരു ആധുനിക ഒരു സമൂഹത്തിൽ തുല്യത സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബന്ധം നിലനിൽക്കുന്നതിൻ്റെ ആ ദൃഢത അത് ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ച് ഉപമിച്ചുകൊണ്ട് അവരുടേത് നല്ലതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വിഫല ശ്രമം, ഈ കുൽസിത ശ്രമം നമ്മളിവിടെ കാണുന്നത്. ആ പരിപ്പിനി വേവില്ല പ്രിയപ്പെട്ട മദ്രസ വാണങ്ങളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയണത് നല്ലതാണ്. അപ്പോൾ മുത്തവ കല്യാണമായിട്ട് ഈ വഴിക്ക് വരരുത് എന്നാണ് എനിക്ക്. ഇത് മുത്തവ കല്യാണം പോലെയല്ല ഈ ലിവിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ A to Z കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇവിടെ ഈ വിഷയം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ പ്രീ നപ്ഷ്യൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നൊരു വിഷയം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ UCC വായിക്കുമ്പോഴോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലോ ഒന്നും എവിടെയും കടന്നു വരാത്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലൊരു കല്യാണവും അതുപോലുള്ള വിഷയങ്ങൾ, ലിവിൻ റിലേഷൻഷിപ്പ് ആയാലും ഇപ്പോൾ പുതിയതായിട്ടുള്ള റിലേഷൻ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നൊരു കാര്യം, ഒരു ആൾ ലിവിൻ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ അത് ഒരു വലിയ സാമ്പത്തിക ബാധ്യത പോലും ആക്കി മാറ്റുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം അവിടെ ഈ മെയിൻ്റനൻസ് കൊടുക്കുക പോലെയുള്ള വിഷയങ്ങളിലേക്ക് അത് വരുന്നു. അപ്പോൾ ഈ വ്യക്തികൾക്ക് തീരുമാനിക്കാം, എനിക്ക് എൻ്റെ ജോലിയുണ്ട്, എൻ്റെ സ്വത്തുണ്ട്, ഞാനത് കൈകാര്യം ചെയ്തോളാം. എനിക്ക് വേണ്ടത് ഒരു കമ്പാനിയൻഷിപ്പാണ്. നിനക്ക് വേണ്ടത് എന്താണ്? നിനക്ക് ഇതാണോ വേണ്ടത്? ഓക്കെ, എന്നാൽ നമ്മളൊരു എഗ്രിമെൻ്റ് എഴുതുന്നു, പ്രീ നപ്ഷ്യൽ എഗ്രിമെൻറ്റ്. അതിൽ ഫൈനാൻഷ്യൽ ഡീലിങ്സ്, നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആ ഫൈനാൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, നമ്മളുടെ സ്വത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് എവിടെയാണ്, ഇത് കല്യാണത്തിനും ഈ ലിവിൻ റിലേഷൻഷിപ്പിനൊക്കെ മുന്നേ തന്നെ എഴുതി വെച്ചിട്ട് ബന്ധത്തിലേക്ക് കടക്കുന്ന രീതിയാണ് വികസിത രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ പലതിലും ഉള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? വിദേശത്തുള്ളതുപോലെ, വെസ്റ്റേൺ കൺട്രീസിലുള്ളതുപോലെ കുത്തഴിഞ്ഞ ലിവിൻ റിലേഷൻഷിപ്പ് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണുക. അതല്ല, വളരെ കൃത്യമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അതിനൊരു കൂളിംഗ് പീരീഡ് ഉണ്ട്, 2 years എന്ന് പറയുന്നതുണ്ട്, അതിന് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതായത് ആ വിതിൻ 2 years, ഇപ്പോൾ നാളെയാണ് 2 year ആവുന്നത്, ഇന്ന് ഒരാൾ മരിച്ചുപോയി, അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, എന്ത് ചെയ്യും? അതിനുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സ് അവിടെ ഉണ്ടാക്കി വെക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇത് കുട്ടിക്കളിയല്ല ഈ ബന്ധം എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് ഒരു ബോധമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ആദ്യമായിട്ടെങ്കിലും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന നമ്മളുടെ
ഈ ഉത്തരാഖണ്ഡ് സർക്കാർ അത് ഇതിനകത്തൊരു അപ്രീസിയേഷൻ അവർ അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പുതിയ ഇതിൻ്റെ നിയമങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള കെട്ടുപാടുകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് വ്യക്തികൾക്ക് അവരുടെ ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് അത് കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിലേക്ക് ഈ നിയമം പരിഷ്കരിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് പോകണം എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കണം. അതല്ലാതെ ഇത് സദാചാരമാണെന്ന് പറഞ്ഞ് ഇതിനെ ടോട്ടലി അതിനെ ഡിസ്റിഗാർഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതല്ല നമ്മളെ രീതി എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇന്ത്യയിൽ ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ മറ്റു രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ബൈ മി എ കോഫി പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം.